എന്തൊക്കെ സംഭവിച്ചാലും രാവിലെ എണീറ്റിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാണ് ഞാൻ രാത്രി കിടന്നുറങ്ങിയത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് എന്തായാലും പള്ളിയിൽ പോകണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു ചിക്കൻ കറി തട്ടിക്കൂട്ടുവാണ് കേട്ടോ. പക്ഷേ ചിക്കൻ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ രാവിലെ ക്ലൈഡൂട്ടനും അപ്പനും കൂടെ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടേ ഉള്ളേ. ഞാൻ 5:30 അലാറം വെച്ചു. എൻ്റെ കൂടെ തന്നെ ഇവനും ചാടി എണീറ്റു. പിന്നെ ഞാൻ ഇവനെ കൊണ്ട് അടുക്കളയിൽ ഇരുത്തിയിട്ടാണ് പണികളൊക്കെ പെട്ടെന്ന് തീർത്തത്. കുറച്ച് ചിക്കൻ എടുത്ത് കറി വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കണമല്ലോ. പിന്നെ മല്ലിയിലയൊക്കെ ഞാൻ ഫ്രിസ്റ്റിനോട് വാങ്ങിക്കാൻ പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ പോയി വാങ്ങിച്ചേക്കുവാണേ. ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാമെന്നാണ് ഓർത്തത്. പക്ഷെ പെട്ടെന്ന് ഒരു ഉപ്പുമാവ് തട്ടിക്കൂട്ടേണ്ടി വന്നു. കാരണം ഇവനും കൂടെ എണീറ്റത് കൊണ്ട് എനിക്ക് രാവിലെ ആ ഒരു നേരത്തെ എണീറ്റെന്ന് വെച്ചാലും നമുക്ക് കാര്യങ്ങൾ കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈം ടേബിളിൽ ചെയ്തു പോകാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ഇവൻ്റെ കാര്യം കൂടെ നോക്കേണ്ടി വരുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വെച്ചേക്കുന്ന ക്യാമറയുടെ പൊസിഷൻ ഒന്നും അത്ര കറക്റ്റ് ആയിരിക്കില്ല. അത് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. കാരണം ക്ലൈഡൂട്ടിൻ്റെ പുറകെ ഇടയ്ക്ക് ഓടുന്നതുകൊണ്ട് എനിക്ക് ക്യാമറ കറക്റ്റായിട്ടൊന്ന് ഫിക്സ് ചെയ്യാൻ പോലെയുള്ള സമയം കിട്ടിയില്ല കേട്ടോ. ചിക്കൻ കറി വെച്ച് പകുതി ആകാറായപ്പോഴാണ് തക്കാളിയുമായിട്ട് അപ്പനും മോനും എത്തിയത്. പിന്നെ ഞാൻ ആ തക്കാളി ഇതിൻ്റെ അകത്ത് അടിച്ചിട്ടു. ഒരു തക്കാളി ഇട്ടുള്ളൂ, എങ്ങാനും പുളിയോ എന്തെങ്കിലും ആയിപ്പോയാലോ എന്നോർത്ത്. അങ്ങനെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ചിക്കൻ കറി സെറ്റാക്കിയിട്ട് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് പള്ളിയിൽ പോകാൻ റെഡിയായി കേട്ടോ. ഈ ഒരു ഡ്രസ്സാട്ടോ ഞാൻ ഇട്ടത്. ഇതിൻ്റെ ലിങ്ക് എൻ്റെ കയ്യിലില്ല കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊന്നും വാങ്ങിയതല്ല. അതുകൊണ്ട് നമുക്ക് ലിങ്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. പള്ളിയിൽ പോയാലും എവിടെ പോയാലും ഒരാൾക്കേ ഞങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള സമയം ഇവൻ്റെ കൂടി ഇങ്ങനെ കിടന്ന് ഓടേണ്ടി വരും. സോ ഞാൻ കുർബാന കൂടി ഫ്രിസ്റ്റും പുറത്ത് ഇവൻ്റെ പുറകെ നടന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കുപ്പിയിൽ ഞാൻ കറക്റ്റായിട്ട് വെള്ളം കുടിച്ച് തീർക്കുന്നുണ്ട് കേട്ടോ. 2-3 ദിവസമായിട്ട് എൻ്റെ കുപ്പിയുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഇവൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്തതിന് അതിൻ്റെ കാര്യം പോക്കാണ്.